ഹലോ, വാട്ട്സ് മീൻ ബൈ ദാരിദ്ര്യം? പൈസ ഇല്ലാത്ത മാത്രമാണോ ദാരിദ്ര്യം? എന്നാൽ ഞാൻ പറയണ ദാരിദ്ര്യം അത് മാത്രമല്ല കേട്ടോ. കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ തൃശ്ശൂരിന് പുറത്ത് ടൂറ് മാത്രം പോയി പരിചയമുള്ള ഒരാൾ ഇങ്ങനെ ഒരു നാട്ടിൽ വന്ന് അന്തം വിട്ട് കുന്തം വെങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ, അതാണ് ഞാൻ പറയണ ദാരിദ്ര്യം. കാലത്ത് ഒരു ടെൻഷനും ഇല്ലാണ്ട് നമ്മുടെ സമയത്തിന് എണീറ്റ് നമ്മുടെ അമ്മ ഉണ്ടാക്കി വെച്ച ചായയും കുടിച്ച് ഗ്രോസറിയോ ബില്ലോ ടാക്സോ റെൻറ്റോ ഇതിൻ്റെ ഒന്നും ടെൻഷൻ ഇല്ലാത്തൊരു ഈസി മോർണിംഗ് ഇല്ലേ അത്. ഇനി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വൈകിയാൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് തട്ടിമുട്ടി നമുക്കറിയാവുന്ന ജോലി പ്രൊഡക്ടിവിറ്റിയുടെ ഒന്നും ടെൻഷൻ ഇല്ലാണ്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ചെയ്യാൻ പറ്റണില്ലേ. ഇനി ജോലി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ വഴിയിൽ നിന്ന് വാങ്ങിയ 2 പരിപ്പോടിയും കൊണ്ട് നമ്മുടെ അമ്മാമേരെ അടുത്ത് കയറും. അമ്മാമേരെ അടുത്ത് സാറേയും പറഞ്ഞിരിക്കുമ്പോൾ അമ്മാമ കട്ടിൻ്റെ അടിയിൽ നിന്ന് പലഹാരപ്പൊടി എടുത്ത് അതിൽ നിന്ന് കരുത്തറിഞ്ഞ എള്ളുണ്ട കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. പിന്നെ നമ്മുടെ കുഞ്ഞിക്കാമീനെ അംഗനവാടിയിൽ നിന്ന് വൈകിട്ട് എടുത്ത് കൊണ്ടുവരുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം വാങ്ങി കൊടുക്കുമ്പോൾ അവളത് നോക്കിക്കൊണ്ട് നമ്മളെ നോക്കി ചിരിക്കുന്ന ഒരു ചിരിയില്ലേ, അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമല്ലേ. ഇനി ഒരു പനിയും മേക്കാച്ചിലും വന്നാൽ ഒരു ടെൻഷനും ഇല്ലാണ്ട് ഒരു സിക്കും വിളിച്ച് പറഞ്ഞ് അമ്മയും തരണ ചുക്കാപ്പിയും കുടിച്ച് ചുരുണ്ട് കൂടി കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ അത്. ഇനി ഏത് പാതിരാത്രി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ വിളിച്ചാൽ വരാൻ ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു ധൈര്യമില്ലേ അത്. ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടാനില്ല എന്നുള്ളതാണ് എൻ്റെ ദാരിദ്ര്യം. ശരിയാണ്, അമേരിക്കയ്ക്ക് വരാമെന്നുള്ളത് എൻ്റെ ഡിസിഷനായിരുന്നു. എന്ന് വെച്ച് ഇവിടെ വന്നിട്ട് ഞാൻ റിയലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഈ വിഷമമൊക്കെ എനിക്ക് ആരോടെങ്കിലും പറഞ്ഞൂടെ? നിങ്ങൾ പറയും എന്തിനു നിങ്ങളോട് പറയണേ, വീട്ടിൽ വിളിച്ച് പറഞ്ഞൂടെ എന്ന്. ഈ പറഞ്ഞതൊക്കെ ഞാൻ നാട്ടിൽ വിളിച്ച് ആരോടെങ്കിലൊക്കെ എൻ്റെ കസിൻസിൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തൊക്കെ പറയുമ്പോൾ അവർ പറയും എൻ്റെ അടുത്ത് എനിക്ക് എല്ലിൻ്റെ ഇടയിൽ വറ്റൂത്തിയിട്ടുള്ള പ്രശ്നമാണ്. ഓക്കെ, അവരെ ഞാൻ കുറ്റം പറയണില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഇതിൽ കൂടെ ഗോ ത്രൂ ചെയ്യാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാവില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പക്ഷെ ഞാൻ വീഡിയോസിൽ കൂടെ ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇറ്റ്സ് സോ റിലേറ്റബിൾ, ടോട്ടലി അഗ്രീങ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ. ഓ, ഞാൻ മാത്രമല്ല, അപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലേ എന്ന് കാണുമ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മെസ്സേജസ് ഒക്കെ വരും കേട്ടോ. ഒരു ആൻറ്റി എനിക്ക് അയച്ച മെസ്സേജ് ആയിരുന്നു, മോളെ അടുത്തത് അമേരിക്കയുടെ സ്നേഹത്തിനുള്ള ദാരിദ്ര്യം പറഞ്ഞ് വീഡിയോ ഇട്ടോളൂ കേട്ടോ എന്ന്. അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, അപ്പം എൻ്റെ ദാരിദ്ര്യം ഒന്നും അല്ല അല്ലേ, അതിനേക്കാളും വലിയ ദാരിദ്ര്യമൊക്കെ ഉണ്ട് ഇവിടെ.